ലിസ്റ്റിലുള്ള 12 പേരിൽ ഒരു 4 പേര് ഈ വീട്ടിൽ വന്നിട്ടുള്ളതാണ്. ഇവിടെ വന്നിട്ട് അവൻ്റെ അമ്മ ആഹാരം വെച്ച് കൊടുത്തു. 2 ദിവസം ഇവിടെ താമസിച്ചതാണ്. അമ്മ കയ്യിൽ പിടിച്ചപ്പോൾ ചോദിച്ചു, നീയെങ്കിലും എന്നെ വിളിക്കാത്തത് എന്തെങ്കിലും കാര്യം പറയാത്തത് മോനെ എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് ബാക്കിൽ നിന്ന് ഒരു പെൺകുട്ടി പറഞ്ഞത്, നിനക്കിപ്പോൾ സമാധാനം ആയാടാന്ന് ഈ അക്ഷയോട് ചോദിച്ചു. ഹോസ്റ്റൽ റൂം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോടതിയാണ് എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു എസ്.എഫ്.ഐക്കാരായിട്ടിരിക്കുന്നു. ഏത് രീതി വരെ പോയിട്ട് നമ്മൾ സംരക്ഷിക്കും, അവർ വിചാരണ നടത്തും എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇതുപോലെ കസേരയിലിരിക്കുകയാണ്, മോൻ്റെ ബോഡി ഇവിടെ കിടത്തിയിട്ട് കൊണ്ടുപോയി സംസ്കരിക്കാനായിട്ട് കൊണ്ടുപോയി. അവൻ്റെ അനിയൻ തന്നെയാണ് കൊണ്ടുപോയത്. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, എൻ്റെ ഒരു കുടുംബ വീടുണ്ട് അവിടെ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, എനിക്ക് കാണാൻ വയ്യ. അങ്ങോട്ട് മാറിയിരുന്നപ്പോഴേക്കും അവൻ്റെ കുറച്ച് കൂട്ടുകാർ വന്നു, അവൻ്റെ കോളേജിലുള്ള കൂട്ടുകാർ വന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് 2-3 കുട്ടികൾ, 2 പെൺകുട്ടികളുണ്ട്, ഒരു ആൺകുട്ടിയുണ്ട്. എൻ്റെ ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ ചുമലിൽ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ കഴുത്തിലും കെട്ടിപ്പിടിച്ചിട്ട് ചെവിയുടെ അടുത്തോട്ട് വന്നു ചെറിയ എന്തോ സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ വീണ്ടും, എനിക്ക് നാക്കൊന്നും വരുന്നില്ല, ഒന്നും സംസാരിക്കാൻ വരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഞങ്ങളെ നമുക്കൊരു സിദ്ധാർത്ഥൻ്റെ അച്ഛനാണ്. ഞാൻ പറഞ്ഞത് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഒരു കാര്യം പറഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ, ഒന്നുകിൽ അച്ഛൻ്റെയോടോ അല്ലെങ്കിൽ അമ്മയോടോ പറഞ്ഞിട്ട് പോകണം. ഞാൻ പറഞ്ഞു മക്കളെ കുഴപ്പമില്ല, അമ്മയോട് പറയാൻ പറ്റില്ല, അച്ഛൻ ഇത് കേൾക്കണം, വേറെ ആർക്കും നമുക്കിവിടെ പരിചയമില്ല, അവരെങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയില്ല, ഇങ്ങനെയൊക്കെ അവർ പറയുന്നത് കേട്ടോണ്ടിരുന്നു. ഞാൻ പറഞ്ഞു മക്കളെ പറഞ്ഞ കുഴപ്പമില്ല, എന്നാൽ ഞാൻ കേൾക്കാം. പിന്നെ പറഞ്ഞത്, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സിഞ്ചോ തല വെട്ടുമെന്ന് പറഞ്ഞു. എനിക്കറിയില്ല സിഞ്ചോ ആരാണ്. സിഞ്ചോ പറഞ്ഞ് തല വെട്ടുമെന്ന്. പിന്നെ കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ട്, ഇവിടെ നടന്ന സംഭവങ്ങൾ പുറത്ത് പറയല്ലേ, ഈ 2 കാര്യങ്ങളും അവർ പറഞ്ഞു. കോളേജിൽ നിന്ന് ആര് പറഞ്ഞു വിട്ടോ എന്നൊന്നും എനിക്കറിയില്ല. കോളേജിൽ നിന്ന് പറഞ്ഞിട്ട് പുറത്ത് പറയില്ല, പഠിത്തം തീർത്ത് കളയും, സിഞ്ചോ പറഞ്ഞ് തല വെട്ടും. തിരികെ കേട്ടപ്പോഴും ഞാൻ വീണ്ടും പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നു. അപ്പോഴാണ് പറഞ്ഞത്, നിങ്ങളെ സിഞ്ചോയും ഫ്രണ്ട്സും പിന്നെ അക്ഷയ്, റഹാനും ഡാനിഷും, ഈ 3 പേരും എനിക്ക് നല്ലവണ്ണം അറിയാം. ഫസ്റ്റ് ഇയർ മുതൽ എനിക്ക് ഈ പേര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ക്ലാസ്മേറ്റ്സ് ആയതുകൊണ്ട്. എൻ്റെ അമ്മ എന്നോട് വിളിക്കുമ്പോഴും എന്നോട് പറയും, ഡാനിഷിൻ്റെ കൂടെ പോയി, അവരുടെ പോയി എന്നൊക്കെ പറയും. ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് അക്ഷയ്, റഹാന്, ഡാനിഷ് പിന്നെ സിഞ്ചോയും ഫ്രണ്ട്സും കൂടെ റൂമിനകത്തിട്ട് സിദ്ധാർത്ഥനെ തീർത്താണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു. വേറെ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു, തീർത്താണെങ്കിൽ എന്നിട്ട് തൂക്കിയതാണ്, വിടല്ലേ, ഇത് പറയാതെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. അത് 18-ാം തീയതിയാണ് ഇപ്പം മരിക്കുന്നത്. 16-ാം തീയതി മുതൽ 16, 17, 18 ഈ 3 ദിവസം ഹോസ്പിറ്റലിനകത്ത് വെച്ചിട്ട് ഈ എസ്.എഫ്.ഐയുടെ അവരെ ആൾക്കാരും അവൻ്റെ ഫ്രണ്ട്സെന്ന് മാത്രമല്ല, റൂംമേറ്റ്സാണ്. ക്ലാസ്മേറ്റ്സ് ആണെങ്കിലും ഓക്കെ, അതിന് സഹിക്കാൻ പറ്റില്ല, എന്നാൽ പോലെ റൂംമേറ്റ്സ് ഒരുമിച്ച് കിടക്കുന്ന കുട്ടികളാണ്. എല്ലാവരും കൂടെ റൂമിനകത്ത് വെച്ചിരുന്ന 3 ദിവസം വരെ റാഗ് ചെയ്ത് ടോർച്ചർ ചെയ്ത് കൊന്നതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് ക്ലിയർ ആയിട്ടുള്ള അവർ പറഞ്ഞതും ബാക്കിയെല്ലാം കറക്റ്റാണതും എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ഇത്രയും ചതവുണ്ടായിട്ട് ലിസ്റ്റിലുള്ള 12 പേരിൽ ഒരു 4 പേര് ഈ വീട്ടിൽ വന്നിട്ടുള്ളതാണ്. ഈ വീട്ടിൽ വന്ന് അവൻ്റെ ക്ലാസ്മേറ്റ്സും റൂംമേറ്റ്സും അല്ല. ഇവിടെ വന്നിട്ട് അവൻ്റെ അമ്മ ആഹാരം വെച്ച് കൊടുത്തു. 2 ദിവസം ഇവിടെ താമസിച്ചതാണ്. ഈ അക്ഷയ് എന്ന് പറഞ്ഞ കുട്ടികൾ, അതാണ് ഞാൻ പറഞ്ഞത്. അക്ഷയ് വന്ന് അമ്മയുടെ അടുത്ത് വന്നപ്പോൾ അമ്മ കയ്യിൽ പിടിച്ചപ്പോൾ ചോദിച്ചു, നീയെങ്കിലും എന്നെ വിളിക്കാത്തത് എന്തെങ്കിലും കാര്യം പറയാത്തത് മോനെ എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് ബാക്കിൽ നിന്ന് ഒരു പെൺകുട്ടി പറഞ്ഞത്, നിനക്കിപ്പോൾ സമാധാനം ആയാടാന്ന് ഈ അക്ഷയോട് ചോദിച്ചു. അക്ഷയ് വന്നിരുന്നു. ഈ പറഞ്ഞ ഉടനെ തന്നെ ഈ പെൺകുട്ടിയുടെ അടുത്താണ് പെട്ടെന്ന് മാറ്റിക്കളഞ്ഞവർ. ചേട്ടന്മാരെല്ലാം നിർബന്ധിക്കും, പാർട്ടിയിൽ വരണം. ഒരു പാർട്ടി അവിടെ ഉള്ളൂ, എസ്.എഫ്.ഐ മാത്രമേ ഉള്ളൂ. വരണം ഇത് വരണം. അപ്പം പറഞ്ഞവരതിന് താല്പര്യമില്ല. അപ്പം ഞാൻ പറയും, നീ എങ്കിൽ വേറെ ഒരു പാർട്ടി ഉണ്ടാക്കുക, വെറുതെ തമാശയായിട്ട് പറയും, നിനക്ക് ഇഷ്ടമുള്ള പാർട്ടി ഉണ്ടാക്കുക. അപ്പോഴാൻ പറഞ്ഞു, നമ്മൾ ഒരു പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ പിറ്റേന്ന് നമ്മളെ തല കാണൂല, അമ്മമാരവിടെ വെട്ടിയിടും. അവിടെ എസ്.എഫ്.ഐ മാത്രമേ ഉള്ളൂ, അവിടെ വേറെ ഒന്നും പറ്റൂല. ഞാൻ പറയാം ശരി, അതുകൊണ്ടെങ്കിൽ നീ നിന്റെ പഠിത്തം നോക്കി അങ്ങ് പോകും. ചേട്ടന്മാരെല്ലാം നിർബന്ധിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഇവൻ്റെ കൂടെ ഉള്ള ഈ അക്ഷയും, റഹാനും, അക്ഷയും, ഡാനിഷും അവരെല്ലാവരും പാർട്ടിയിൽ ചേർന്നു. ഈ വർഷം ഇവർ ചേർന്നിട്ട് അവരുടെ പാർട്ടിയുടെ കൂടെ ആയി. ഇവൻ മാത്രം ഒന്നിനും ചേരാതെ അവൻ്റെ ഈ ഫോട്ടോഗ്രാഫി, ഈ കാര്യങ്ങൾ അവൻ 2 മണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ ക്യാമറ എടുത്തുകൊണ്ട് അങ്ങ് പോകും. അതിൻ്റെ പുറകെ അങ്ങ് പോയി. അവൻ മാത്രം ചേർന്നില്ല. അത് മുതലാണ് അവർക്ക് ദേഷ്യവും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് എന്നുള്ളതിന് പിന്നെ മനസ്സിലായത്. എസ്.എഫ്.ഐയുടെ തലപ്പത്ത്, ആ കോളേജിലെ തലപ്പത്തിരിക്കുന്നവരാണ് ഇതിൻ്റെ പ്രതി. അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ടത്
പാർട്ടിയുടെയും കൂടെ ആവശ്യമാണ്. കാര്യം ആകപ്പാടെ ഒരു പിടിവള്ളി എന്ന് പറഞ്ഞാൽ അവിടെ പ്രൊഫഷണൽ കോളേജ് അവിടെ ഉള്ള ഇത് മാത്രമേ ഉള്ളൂ, ഈ വെറ്റിനറി കോളേജേ ഉള്ളൂ. അവിടെ അവർ ഈ പാർട്ടിക്കാരെ എല്ലാവരും തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ യൂണിയൻ തന്നെ അവർക്ക് പോകും. അതുകൊണ്ട് അവർക്ക് സംരക്ഷിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് അവർ മാക്സിമം അതുവരെ സംരക്ഷിക്കും. ഇന്നലെ ഏതിലോ ഒരു ക്ലിപ്പിങ്ങിൽ അത് കണ്ടു, ഹോസ്റ്റൽ റൂം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോടതിയാണ് എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു എസ്എഫ്ഐക്കാരായിട്ടിരിക്കുന്നു. അവിടുത്തെ ഹോസ്റ്റൽ നമ്മളെ കോടതി പോലെയാണ്. ഏത് രീതി വരെ പോയിട്ട് നമ്മൾ സംരക്ഷിക്കും, അവർ വിചാരണ നടത്തും എന്ന് പറഞ്ഞാണ് അവർ പറഞ്ഞിരിക്കുന്നത്.